ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡയറക്റ്റായി തന്നെ വീഡിയോയ്ക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് നമ്മൾ പറയാൻ പോകുന്നത് അടുക്കള എങ്ങനെ വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ക്ലീനിങ് എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെ. അത് കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ ക്ലീൻ ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ പറയുക, ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒന്നിച്ച് നമുക്ക് ചെയ്യുക, ഇല്ലയെന്നുണ്ടെങ്കിൽ പാർട്ടായിട്ട് ചെയ്യാം കേട്ടോ. പാർട്ടായിട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക, നമുക്കധികം റിസ്ക് ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇല്ല ഒന്നിച്ച് ചെയ്യണമെങ്കിൽ രണ്ട് തരത്തിലുള്ള ഗുണങ്ങളുണ്ട് കേട്ടോ. ഒന്നിച്ച് ചെയ്യണമെങ്കിൽ എന്താ പറയുക, ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ എന്താ പറയുക അടുക്കള ക്ലീനിങ് ആയാലും ശരി, മൊത്തം ക്ലീനിങ് ആയാലും ശരി കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പാർട്ടായിട്ടാകുമ്പോൾ എന്താ പറയുക, നമ്മൾ 2-3 ദിവസം അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടേണ്ടി വരും. പക്ഷേ പാർട്ടായിട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക, നമുക്ക് അധികം ക്ഷീണം ഉണ്ടാവാറില്ല, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, നല്ല വൃത്തിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാ ക്ലീനിങ്ങും നമ്മൾ ചെയ്തെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഫസ്റ്റൊക്കെ നമുക്ക് വളരെ ഇൻട്രസ്റ്റോടെ ചെയ്യാൻ പറ്റും. പക്ഷേ പോകെ നമ്മൾ ആകെ ടയേർഡായിട്ട് പിന്നെ നമുക്കതൊരു മടി പോലെ ആകും. പിന്നെ നമുക്ക് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ കൂടെ ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പറയുന്നത്, നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒന്നുമില്ല രാവിലെ നേരത്തെ ക്ലീൻ ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകാരാകുമ്പോൾ ക്ലീൻ ചെയ്യുക കേട്ടോ. വൈകുന്നേരത്തിനേക്കാളും എന്തുകൊണ്ടും നല്ലത് നമ്മൾ രാവിലെ തന്നെ ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ തന്നെ നമുക്ക് ഉഷാറോടെ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് മടിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ക്ലീനിങ് അല്ല വേറെ ഒരു പരിപാടി നടക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം രാവിലെ തന്നെ ക്ലീൻ ചെയ്യുന്നെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെ നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്, രാവിലെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ രാവിലത്തെ ഭക്ഷണം നമ്മൾ ഒന്നുകൂടെ നേരത്തെ റെഡിയാക്കി എടുക്കുക, ഇല്ലെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ അതിനായിട്ട് തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കുക കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റും, ഇല്ലയെന്നുണ്ടെങ്കിൽ അതും നമുക്കൊരു ബുദ്ധിമുട്ടാകും കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ടയേർഡ് ഇല്ലാണ്ട് തന്നെ നമ്മുടെ ക്ലീനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം ചെയ്യാറുള്ളത്, ആദ്യമൊക്കെ ഞാൻ ഒന്നിച്ചായിരുന്നു ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, വീട് മൊത്തം ഒരുമിച്ച് ഓരോ ദിവസം തന്നെ ക്ലീൻ ചെയ്യായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്കതിന് സാധിക്കാത്ത കാര്യം ഞാൻ പാർട്ടായിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാകുമ്പോൾ എന്താ പറയുക, നമ്മുടെ സൗകര്യത്തിൽ നമുക്ക് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ കുറേശ്ശെ ആയിട്ട് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ എന്താ പറയുക, നമുക്കും ഒരു ബോറടി ഉണ്ടാവില്ല, ഓരോ ഭാഗമായിട്ട് വൃത്തിയാക്കി എടുക്കാനും പറ്റും. അത് നല്ല നമ്മൾ വിചാരിച്ച പോലെ നല്ല ക്ലീനാക്കി വെക്കാനും പറ്റും, ടയേർഡും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ആഴ്ച നമ്മുടെ അടുക്കളയുടെ താഴത്തെ ഷെൽഫൊക്കെയാണ് കേട്ടോ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ അതിന് മുന്നത്തെ ആഴ്ച നമ്മുടെ കൗണ്ടർ ടോപ്പ് പിന്നെ നമ്മൾ എല്ലാ ദിവസവും വൃത്തിയാക്കുന്നതാണല്ലോ. ഷെൽഫ് ഉണ്ടല്ലോ, നമ്മൾ സാധനങ്ങൾ വെക്കുന്ന ഷെൽഫ്, അതൊക്കെ കഴിഞ്ഞ ആഴ്ച ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ആഴ്ച താഴത്തെ ഷെൽഫാണ് വൃത്തിയാക്കി എടുക്കുന്നത്. അപ്പോൾ താഴത്തെ ഷെൽഫ് വൃത്തിയാക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ എല്ലാവരും കൂടെയാണ് കേട്ടോ ഷെൽഫൊക്കെ അതൊക്കെ വൃത്തിയാക്കുന്ന പറഞ്ഞാൽ അതിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പേപ്പറുകളൊക്കെ ഒട്ടിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്യുമ്പോൾ അത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മളിങ്ങനെ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് അടുക്കള അതുപോലെ മൊത്തം വീട് ക്ലീനിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മുടെ കൂടെ ഹെൽപ്പിനായിട്ട് നമ്മുടെ മക്കളോ ഹസ്ബൻഡോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പെട്ടെന്ന് ചെയ്യാൻ നമുക്ക് സാധിക്കും കേട്ടോ. അതുമാത്രമല്ല, ഈ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വർത്തമാനം പറഞ്ഞ് സമയം പോണതും അറിയില്ല കേട്ടോ. തന്നെയാകുമ്പോൾ നമുക്കതൊരു ബോറടിയായിട്ട് തോന്നും. പക്ഷേ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനിങ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. ക്ലീനിങ് മാത്രമല്ല എല്ലാ കാര്യങ്ങളും കേട്ടോ. അപ്പം ഇതിലൊക്കെ നമ്മുടെ കുട്ടികളെ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവർക്കും ഒരു സന്തോഷമാകും കേട്ടോ. അവരും നല്ല ഉത്സാഹത്തോടു കൂടി തന്നെ നമ്മുടെ അടുത്ത് ഇതുപോലെ വന്നിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. പൊടി പറ്റാത്ത കുട്ടികളെ ഇതൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഗാർഡനിങ്, അതുപോലെ ഇതിങ്ങനെ ക്ലീനിങ്, പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യുക, അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികളെയും കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ചൊക്കെ ചെറുതായിട്ടൊരു അറിവും, അതുപോലെ ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്താൽ വൃത്തിയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാകും കേട്ടോ. അപ്പോൾ അവർ ആരെന്ത് ചെയ്യുകയാണെങ്കിലും അവരുടെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി കൂടെ അവർക്ക് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് കുട്ടികളെ കൂടെ ഉൾക്കൊള്ളുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഷെൽഫിലെ പാത്രങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം അതെല്ലാം ഒരു നനഞ്ഞ തുണി വെച്ച് തുടച്ചെടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. എന്താ പറയുക, നമ്മൾ ഷെൽഫിൽ പാത്രങ്ങളെല്ലാം മാറ്റി അടിച്ച് വിരിച്ചതിന് ശേഷം അതേപടി വെക്കുകയാണെങ്കിൽ ആ പൊടി അവിടെ തന്നെ നിൽക്കും.
പിന്നെ ആ പൊടി കൂടുതലാണ്ട് കുറയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാത്രങ്ങളെല്ലാം എടുത്ത് ഒരു നനഞ്ഞ തുണി വെച്ച് തുടയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ പൊടിയുടെ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഉണങ്ങിയ തുണിയെ കൊണ്ട് തുടയ്ക്കുമ്പോൾ അറിയാം അതൊക്കെ പറന്ന് വീണ്ടും നമുക്ക് അലർജി പോലുള്ള പ്രശ്നങ്ങളുണ്ടാവും. നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കുകയാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവായി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാ പാത്രങ്ങളും നല്ലപോലെ തന്നെ വെള്ളമുള്ളതല്ല വെള്ളം നനച്ച തുണി കൊണ്ട് തുടച്ചെടുക്കുമ്പോൾ എന്താ പറയുക ഒന്നുകൂടെ വൃത്തിയായിരിക്കും ചെയ്യും. നമുക്കത് എടുത്ത് വയ്ക്കുന്ന സമയത്ത് നല്ല വൃത്തിക്ക് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ഷെൽഫിലെ പാത്രങ്ങളെല്ലാം തന്നെ കൊണ്ടുവന്നിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പാത്രങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ തുടച്ചെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഉള്ളെല്ലാം ഒന്ന് അടിച്ച് വൃത്തിയാക്കി റെഡിയാക്കി എടുക്കണം കേട്ടോ. ഇത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പഴയ ഒരു മൺചട്ടിയാണ് കേട്ടോ. 2 എണ്ണം ഞാൻ ആദ്യമൊക്കെ മൺചട്ടിയിലായിരുന്നു കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇടവിൽ അതങ്ങോട്ട് നമ്മൾ വിട്ടു കേട്ടോ. പിന്നെ വീണ്ടും ഞാൻ മൺചട്ടിയിലായി വീണ്ടും കുക്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പം നമ്മൾ എടുത്ത് വെച്ചുള്ള 2 മൺചട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ പൂപ്പലൊക്കെ ഉണ്ട്. അത് കൊണ്ടുപോയിട്ട് നല്ലപോലെ നമുക്ക് തേച്ച് കഴുകി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് താഴേക്ക് ഏട്ടനൊന്ന് അടിച്ച് തരുകയാണ് കേട്ടോ. എന്താ പറയുക നല്ലപോലെ പൊടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് താഴെ നമുക്ക് പൊടിയുടെ പ്രശ്നം പറ്റാത്ത കാരണം ഏട്ടൻ താഴേക്കൊന്ന് അടിച്ച് തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ മൺചട്ടിയൊക്കെ ഒന്ന് കഴുകി വന്നു. പിന്നെ നമ്മൾ താഴെ എല്ലാവിടെ അടിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ചെറിയ പൊടികളൊക്കെ നമ്മുടെ ഗ്യാസിൻ്റെ മേലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ വേഗം തന്നെ നമ്മൾ മൺചട്ടി കഴുകി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. പൂപ്പലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം വെച്ചിട്ട് കഴുകുകയാണെങ്കിൽ ഒന്നുകൂടെ ക്ലീനായിട്ടിരിക്കുകയും ചെയ്യും. ആ പൂപ്പലിൻ്റെ മണം മാറിക്കിട്ടുകയും ചെയ്യും കേട്ടോ. വെള്ളം തിളപ്പിക്കാൻ ചൂടാക്കാൻ വെച്ചപ്പോൾ അതൊന്ന് തിളച്ച് പോയി. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് വെള്ളം കലർന്നിട്ട് വെക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വെള്ളം ഒഴിച്ച് നമ്മുടെ ചൂടുവെള്ളം ഒഴിച്ച് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം കഴുകി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പൂപ്പലൊക്കെ മാറി നല്ല വൃത്തിയായിട്ടിരിക്കും. അണുക്കൾ വല്ലതുണ്ടെങ്കിലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ചൂടുവെള്ളം ചേർത്ത് വെക്കുന്നത്. അപ്പോൾ ഞാൻ 2 മൺചട്ടിയിലും അതുപോലെ തന്നെ ഇതുപോലെ വെള്ളമാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതിന് ശേഷം ഇതൊന്ന് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ അത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ പറഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ചൂടുവെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ കഴുകി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മുടെ വെയിലത്ത് കൊണ്ട് ഉണക്കി വെക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ടിരിക്കും കേട്ടോ. നമ്മുടെ പാത്രം അതിൽ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ടുണ്ടാകും. ഈ കാണിച്ച ഷെൽഫ് ഞാൻ കഴിഞ്ഞ ആഴ്ച വൃത്തിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾക്ക് തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ഓരോ പാർട്ടായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ എന്താ പറയുക ക്ലീനിങ് ജോലി എളുപ്പമാകാൻ ഇതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പോൾ നമുക്കൊരു ബോറടി ഉണ്ടാവില്ല, സമയം പോകാത്ത ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ ഭാഗമായിട്ട് ക്ലീൻ ആകുകയും ചെയ്യും കേട്ടോ. എല്ലാം കൂടെ വാരി വലിച്ച് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ 2 ദിവസത്തിന് നമുക്കിട്ട് പണി കിട്ടാൻ വഴിയുണ്ട് കേട്ടോ. ഇതെല്ലാം ചെയ്ത് വരുമ്പോൾ നമുക്ക് ആകെപ്പാടൊരു ക്ഷീണം വരും, പിന്നെ ചിലപ്പോൾ വയ്യായ വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ പാർട്ടായിട്ടുള്ള ക്ലീനിങ്ങാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ ഹസ്ബൻഡോ മക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ഉഷാറായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മളവിടെ എല്ലാം ക്ലീൻ ചെയ്ത് പാത്രമെല്ലാം മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ആദ്യമൊക്കെ ഞാൻ നമ്മുടെ പേപ്പറായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. പേപ്പർ വെക്കുന്ന സമയത്ത് പേപ്പറിൻ്റെ ഇടയിലും അടിയിലും ഒക്കെ പൊടി പോയി കിടന്നിട്ട് ഒരുപാട് പൊടിയുടെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ അതിലേക്ക് ഒരു വാൾട്ടയിൽ ഒട്ടിക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഏട്ടൻ ഒട്ടിച്ച് തരുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഞാൻ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശയ്ക്ക് കേട്ടോ. അപ്പോൾ അത് വേഗം തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ തലേ ദിവസം നമ്മൾ കറി വെച്ചതുണ്ടായിരുന്നു, കടലക്കറി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ ഭക്ഷണം കഴിക്കാൻ എളുപ്പമായി വേഗം തന്നെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ കടലക്കറി കൂട്ടിയിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ചെറിയൊരു കുക്കിങ്ങിൻ്റെ പ്ലാനിങ് കൂടി ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ ക്ലീനിങ്ങിന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അടുക്കളയൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ എന്തായാലും സമയം എടുക്കും. രാവിലെ തന്നെ ക്ലീൻ ചെയ്യണമെങ്കിൽ എന്താ പറയുക നല്ല ഉഷാറോടെ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലീനിങ് നമുക്ക് കഴിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പം ഞാൻ വേഗം തന്നെ ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുക്കുകയാണ്. ആ നേരം കൊണ്ട് നമ്മുടെ കൂട്ടാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വീട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിലും പാർട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിലും ഒക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ക്ലീനിങ് എപ്പോഴും നമ്മുടെ വീട് നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഒരുവിധം വൃത്തിയായിട്ടൊക്കെ ഇരിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ക്ലീൻ ചെയ്ത് ആ ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മുതൽ വീണ്ടും നമ്മുടെ പൊടികൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മൾ കുറേശ്ശായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് നല്ലത് കേട്ടോ. അങ്ങനെയാകുമ്പോൾ എന്താ പറയുക നമ്മുടെ ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. ഒന്നിച്ച് വാരി വലിച്ച് ചെയ്യുമ്പോൾ എന്താ പറയുക നമുക്ക് ബുദ്ധിമുട്ടാകും, ചിലപ്പോൾ അസുഖങ്ങൾ വരും. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പാർട്ടായിട്ടുള്ള ക്ലീനിങ് നല്ലതാണ്. അതുപോലെ തന്നെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ കൂടെ ഉള്ളതും
നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ വേഗം തന്നെ ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇനി അതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് വേണം കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനതൊന്ന് ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ച് റെഡിയായിട്ട് വരാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ താഴത്ത് അതെല്ലാം ഒട്ടിക്കൽ ഒന്ന് റെഡിയായി കിട്ടുമല്ലോ. അങ്ങനെ നമ്മൾ വേഗം തന്നെ ദോശ ഉണ്ടാക്കി, പിന്നെ കടലക്കറി ഉള്ളതുകൊണ്ട് തന്നെ രാവിലത്തെ ഭക്ഷണം അങ്ങനെ കഴിച്ചു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ക്ലീനിങ് നമ്മുടെ ചാനലിലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. രാവിലെ എണീറ്റാൽ ചെയ്യേണ്ട ചെറിയ ചെറിയ ക്ലീനിങ്, ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കി എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ചെയ്തു പോകണമെങ്കിൽ നമ്മുടെ വീടൊന്നും വൃത്തിയായിരിക്കും കേട്ടോ. ഡീപ്പ് ക്ലീനിങ് ഒക്കെ നമുക്ക് 2 മാസത്തിലൊരിക്കൽ ചെയ്താൽ മതിയാകും. എല്ലാ ദിവസവും ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല കേട്ടോ. ക്ലീനിങ് പറയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മാസത്തിൽ ഒരു 2 മാസം കൂടുമ്പോൾ ഇതുപോലെ ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം തുടങ്ങി സിമ്പിളായിട്ടുള്ള ക്ലീനിങ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട് നല്ല വൃത്തിയായിട്ടിരിക്കും കേട്ടോ. അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുക്കളുടെ ക്ലീനിങ് നമ്മൾ ഇട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പാർട്ടായിട്ട് എങ്ങനെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കാമെന്നാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. പിന്നെ നമ്മളതെല്ലാം ചെയ്തതിന് ശേഷം, ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വന്നിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാത്രങ്ങൾ എടുക്കുമ്പോൾ അതുപോലെ ബക്കറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ സാധനങ്ങൾ ആക്കി വെച്ചിട്ടുണ്ടാവുള്ളൂ. അതെല്ലാം നമ്മൾ നനഞ്ഞ തുണിയെടുത്ത് പുറമൊക്കെ ഒന്ന് തുടച്ച്, ഉള്ളിൽ സാധനങ്ങളുണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലയെന്നുണ്ടെങ്കിൽ ഉള്ളുമൊക്കെ ഒന്ന് തുടച്ച് വെടിച്ചതിന് ശേഷം എല്ലാം കറക്റ്റാക്കി വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ വൃത്തിയായിരിക്കാൻ സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ എല്ലാ പാത്രങ്ങളും അതാത് സ്ഥാനത്ത് അടുക്കി വെക്കുക. എത്ര ക്ലീൻ ചെയ്താലും ക്ലീൻ ചെയ്യുന്ന സമയത്ത് വേണ്ടാത്ത പാത്രങ്ങളായിട്ട് കുറേ പാത്രങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ കൈയോടെ ഒഴിവാക്കുക. ഇല്ലാതെ നമുക്ക് അത്യാവശ്യമാണ് വേണം എന്നുള്ള പാത്രങ്ങളാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഡെയിലി എടുക്കുന്ന പാത്രങ്ങളൊക്കെ ഇവിടെ വെക്കുക. അല്ലാത്ത പാത്രങ്ങളൊക്കെ ഒരു ചാക്കിലോ കവറിലോ ആക്കിയിട്ട് സൺസൈഡിൽ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കാൻ കേട്ടോ നല്ലത്. എല്ലാ പാത്രങ്ങളും കൂടെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ അടുക്കള ആകെപ്പാടെ ഭയങ്കര തിക്കും തിരക്കും ആയിപ്പോകും കേട്ടോ. പിന്നെ അതുമാത്രമല്ല, ഒരുപാട് പാത്രങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നത്തെ ക്ലീനിങ്ങിന് അതും ഒരു ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ആവശ്യമുള്ള പാത്രങ്ങൾ, നമ്മൾ എടുക്കുന്ന പാത്രങ്ങൾ, അങ്ങനെയുള്ള പിന്നെ എന്താ പറയുക, വേണ്ടപ്പെട്ട പാത്രങ്ങൾ, അങ്ങനെയുള്ള പാത്രങ്ങൾ മാത്രം നമ്മൾ എടുത്ത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ അടുക്കള ഒന്നുകൂടെ വൃത്തിയായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇതുപോലെ പൊട്ടിയ പാത്രങ്ങൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ എല്ലാം മാറ്റി വെക്കുക കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ എല്ലാവരുടെയും അടിച്ചൊന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ റിസൾട്ട്. നമ്മുടെ വീടല്ല, നമ്മുടെ അടുക്കള കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലീനിങ് വീഡിയോസും അതുപോലെ നമ്മുടെ ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.